സിറിയയിലെ ബഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ താങ്ങി നിർത്തിയത് റഷ്യയാണ്. ഒടുവിൽ റഷ്യ കൈവിട്ടതോടെ വിമതർ രാജ്യം കീഴടക്കി. എന്നിട്ടും റഷ്യ അസദിൻ്റെ രക്ഷയ്ക്കെത്തി. രാജ്യം വിട്ട അസദ് ഇപ്പോൾ റഷ്യയിലാണ്. എന്നാൽ സിറിയയിൽ വിമതർ പിടിമുറുക്കിയത് റഷ്യയ്ക്ക് വലിയ ക്ഷീണമായി മാറി. 2 പ്രധാന താവളങ്ങളുള്ള സിറിയയിൽ റഷ്യയുടെ വലിയ സൈനിക സാന്നിധ്യമുണ്ട്. ലതാക്കിയയ്ക്ക് സമീപമുള്ള ഫിമമീം എയർബേസും ടർട്ടസിലെ നാവിക താവളവും മോസ്കോയ്ക്ക് തന്ത്രപ്രധാനമാണ്. എന്നാൽ വിമതർ സിറിയ പിടിച്ചതോടെ റഷ്യ സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ്. പുതിയ ഭരണാധികാരികളുമായി റഷ്യ ഇപ്പോൾ ചർച്ചയിലാണ്. സൈനിക താവളങ്ങൾ പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിനുള്ള ഒരു കരാറിന് ചർച്ചകൾ പുരോഗമിക്കുന്നു. അതേസമയം ലിബിയയിലേക്കും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണോ റഷ്യ? സിറിയയിൽ നിന്ന് റഷ്യയിലേക്കും ലിബിയയിലേക്കും റഷ്യൻ സൈനിക ഉപകരണങ്ങളെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോകുന്നതായി റിപ്പോർട്ട് വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആൻറ്റോനോവ് AN-124 കാർഗോ വിമാനത്തിലാണ് റഷ്യയിലേക്കും സിറിയയിലേക്കും ആയുധങ്ങളും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് റഷ്യയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. സിറിയയിൽ നിന്ന് ലിബിയയിലേക്ക് സൈനിക കേന്ദ്രങ്ങൾ മാറ്റുകയാണോ? 2011 മുതൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് ലിബിയ. 4 എയർബേസുകളും ഒരു തുറമുഖവും റഷ്യയ്ക്ക് ലിബിയയിലുണ്ട്. എന്നാൽ സിറിയയ്ക്ക് പകരമാവില്ല റഷ്യയ്ക്ക് ലിബിയ. രാജ്യത്തിൻ്റെ അസ്ഥിരത തന്നെയാണ് ഇതിന് കാരണം. റഷ്യയിൽ നിന്ന് ലിബിയയിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങൾക്ക് തുർക്കി വ്യോമാതിർത്തി മുറിച്ചു കടക്കേണ്ടതുണ്ട്. റഷ്യൻ സൈനിക ചരക്ക് വിമാനങ്ങൾ തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ നിരീക്ഷണത്തിന് വിധേയമാകുമെന്നർത്ഥം. അതുകൊണ്ടാണ് ലിബിയ സിറിയയ്ക്ക് പകരക്കാരനാവില്ല എന്ന് പറഞ്ഞത്. നിലവിലെ സ്വാധീനം നിലനിർത്തുന്നതിന് റഷ്യ സിറിയൻ വിമതരുമായി വീണ്ടും ചർച്ച നടത്തുകയോ മറ്റ് ഓപ്ഷനുകൾ തേടുകയോ ചെയ്യേണ്ടി വന്നേക്കാം. ഒരു കാര്യം തീർച്ചയാണ്, സിറിയയിൽ റഷ്യയുടെ പിടി അയയുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും.